ലോകകപ്പിനിടയിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകളിൽ നാണം കെട്ട് ഫിഫ. അമേരിക്കൻ താരം ഫോളോറിൻ ബോലോഗാന്റെ ചുവപ്പ് കാർഡ് പിൻവലിക്കാൻ ട്രംപ് ഇടപെട്ട വിവരങ്ങൾ പുറത്തുവന്നതോടെ രൂക്ഷമായ വിമർശനമാണ് ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോയ്ക്ക് നേരെ ഉയരുന്നത്. ഫിഫയുടെ അഭിമാനം ഇൻഫാന്റിനോ ട്രംപിന് മുന്നിൽ പണയം വെച്ചെന്നാണ് ആരോപണം. അമേരിക്കൻ താരം ഫ്ലോറിൻ ബൊലോഗാന്റെ ചുവപ്പ് കാർഡ് പിൻവലിച്ച നടപടിയിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഫിഫ. ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോയെ വിളിച്ചതിനെ തുടർന്നാണ് കാർഡ് പിൻവലിച്ചതെന്ന് വ്യക്തമായതോടെ ഫിഫയുടെ രാഷ്ട്രീയ കളിയാണ് പുറത്തു വന്നത്. ജിയോവാനി ഇൻഫാന്റിനോ ആഗോള ഫുട്ബോൾ സംഘടനയുടെ എല്ലാ മാന്യതയും കളങ്കപ്പെടുത്തിയെന്നും ലോകകപ്പിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കിയതുമെന്നുമുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കളിക്കളത്തിലെ ഫിഫയുടെയും ട്രംപിന്റെയും ഫൗൾ പ്ലേ ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള വാക്പോരിലേക്കും എത്തിച്ചിരിക്കുകയാണ്. നടപടി പിൻവലിച്ച ഉടനെ ബൊലോഗാന് ചുവപ്പ് കാർഡ് നൽകിയ ബ്രസീലിയൻ റഫറി റാഫേൽ ക്ലോസയുടെ നടപടികൾ സംശയാസ്പദമാണെന്നാരോപിച്ച് ട്രംപ് വീണ്ടും കളം കൊഴിപ്പിച്ചു. ട്രംപിന്റെ പരാമർശത്തിനെതിരെ ബ്രസീൽ നേരിട്ട് രംഗത്ത് വന്നു. റാഫേൽ ക്ലോസ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഫറിമാരിൽ ഒരാളാണെന്നും ഒരു കളങ്കവുമില്ലാത്ത ട്രാക്ക് റെക്കോർഡുള്ളയാളാണെന്നും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ മറുപടി നൽകി. ഫിഫ പ്രസിഡന്റിന്റെ നടപടി ഹോറിബിളെന്നും ബ്രസീൽ അധികൃതർ വിമർശിച്ചു. ഫിഫയുടെ നടപടിക്കെതിരെ യൂറോപ്യൻ ഫുട്ബോൾ സംഘടനയായ യുവേഫയും ബെൽജിയൻ ഫുട്ബോൾ ഫെഡറേഷനും രംഗത്തു വന്നു. അമിത വിധേയത്വം കാണിച്ച് ലോകകപ്പിന്റെ മാന്യത ഇല്ലാതാക്കരുതെന്ന് ബെൽജിയവും യുവേഫയും ഫിഫയോട് ആവശ്യപ്പെട്ടു. വെയിൻ റൂണി അടക്കമുള്ള മുൻ സൂപ്പർ താരങ്ങളും ഫിഫയ്ക്കെതിരെ രംഗത്തു വന്നു കഴിഞ്ഞു. മറ്റേതെങ്കിലും രാജ്യത്തിന് ഇതുപോലൊരു ആനുകൂല്യം കിട്ടുമോ എന്നായിരുന്നു റൂണിയുടെ ചോദ്യം. ഏതായാലും ലോകകപ്പിന്റെ 96 വർഷ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത നീക്കങ്ങളാണ് അമേരിക്കൻ ലോകകപ്പിൽ നടക്കുന്നത്. രാഷ്ട്രീയങ്ങൾക്കതീതമാണ് എന്ന തത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഫിഫയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇൻഫാന്റിനോയുടെ ഈ ദാസ്യപ്പണി. ഏതായാലും വരും ദിവസങ്ങളിൽ ജിയോവാനി ഇൻഫാന്റിനോയ്ക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയരാനാണ് സാധ്യത. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.